ഞാനിവിടെ വരുമെന്ന് ജീവൻ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? നീ പേടിക്കൊന്നും വേണ്ട. നിന്നോട് എനിക്ക് ഒരു ദേഷ്യമില്ല. ഒരു കാര്യം നിന്നോട് പറയാനാ ഞാൻ വന്നത്. മാഷേ. അതെ മോനെ. മഞ്ചാടി എൻ്റെ ഇളയ മോള. അവൾ കൊച്ചുകുട്ടിയാ. പിന്നെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് സംരക്ഷിക്കാനുള്ള പക്വതയൊന്നും നിനക്കുമായിട്ടില്ല. അങ്ങനെയുള്ള നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഒന്നായാൽ രണ്ടുപേരുടെയും ജീവിതം ഒന്നുമല്ലാതായി തീരുകയുള്ളൂ. ഞാൻ പറയുന്നത് ജീവൻ രാജന് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. ഉടനെ വിവാഹം കഴിക്കണമെന്നുള്ള തീരുമാനം എൻ്റെ ആയിരുന്നില്ല. മഞ്ചാടിയുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ. അതും എനിക്കറിയാം. അവളെ ആ എടുത്തുചാട്ടത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ആർക്കും കഴിയേയില്ല. അതുകൊണ്ടാ ഞാൻ ജീവനെ നേരിൽ കണ്ട് സംസാരിക്കാൻ വേണ്ടി വന്നത്. ജീവൻ, മോൻ 1-2 വർഷം പുറത്തെവിടെയെങ്കിലും പോയി പഠിക്കണം. പഠിച്ച് ഉയർന്ന നിലയിലെത്തണം. അതിന് എത്ര ചെലവ് വന്നാലും അത് ഞാൻ നോക്കിക്കൊള്ളാം. അപ്പോ മഞ്ചാടി? അവള് പഴയതുപോലെ അനന്തം മാഷിന്റെ മകളായി പഞ്ചരത്നത്തെ തന്നെ ജീവിക്കും. പഠിച്ച് അവളും ഡിഗ്രികൾ എടുക്കും. എന്നിട്ട് രണ്ടുപേർക്കും സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയാകുമ്പോൾ ഞാൻ തന്നെ നിങ്ങളുടെ കല്യാണവും നടത്തിത്തരാം. എന്താ, അതുപോരെ? ഞാൻ തയ്യാറാ മാഷേ. എനിക്കങ്ങേ വിശ്വാസം. പക്ഷേ മഞ്ചാടി ഇതിന് തയ്യാറാവില്ല. അവൾക്ക് അച്ഛന് വിശ്വാസമില്ലാത്തതുകൊണ്ടാ പെട്ടെന്ന് കല്യാണം കഴിക്കാൻ പോലും തീരുമാനിച്ചത്. എടാ മോനെ, മഞ്ചാടിയെ കുറിച്ച് നീ മാഷിന് ക്ലാസ് എടുക്കണ്ട. നീ അദ്ദേഹം പറഞ്ഞത് അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ മാഷിന്റെ മോളെ മാഷ് കൂട്ടിക്കൊണ്ടു പോക്കോളും. അതാ മോനെ എല്ലാവർക്കും നല്ലത്. നീ ബാംഗ്ലൂർ പോയി പഠിക്കാനുള്ള എല്ലാ സൗകര്യവും ഗൂഗിൾ നിനക്ക് ചെയ്തു തരും. തൽക്കാലം നീ ഇവന്റെ കൂടെ പോണം. പിന്നെ മോനെ, മഞ്ചാടിക്ക് മാത്രമല്ല, നിന്റെ അച്ഛനും അമ്മയ്ക്കും സങ്കടം തോന്നാത്ത വിധം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. ഇതിന് നീ തയ്യാറാവണം ജീവ. എന്താ മാഷേത്? ജീവന് സമ്മതമാണ്. മാഷുവാ, ബാക്കിയൊക്കെ ഞാനും ജീവനും കൂടെ പ്ലാൻ ചെയ്തോളാം. ഇനിയും അധിക നേരം മാഷൂടെ നിൽക്കണ്ട. വാ, പോവാ. ജീവ, പോട്ടെ മോനെ.